ഫ്രണ്ട്സ്, ഇനി അടുത്ത ചാപ്റ്ററാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു ഓടിച്ച് പോവാം. ഓക്കെ, റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറിയാണ് ഇതൊക്കെ വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് CSR ഇന്ത്യയിൽ വന്നത്. ആ കാര്യത്തെ പറ്റിയാണ് എല്ലാം ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ എല്ലാം ഒരു ഓർഡറായിട്ടല്ല കൊടുത്തേക്കണത്. ഓക്കെ, ഈ സ്റ്റെപ്സ് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സപ്പ് ചെയ്താണ് കൊടുത്തേക്കണത്. ഞാനത് ഓർഡറായിട്ട് പഠിപ്പിക്കാം. അപ്പോൾ CSRൻ്റെ ശരിക്കും മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ ലാഭം മാത്രം ലക്ഷ്യമാക്കാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്യുക, എന്തെങ്കിലും നല്ല പ്രവൃത്തി, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതായത് സമൂഹത്തിൻ്റെ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ പരിസ്ഥിതി സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും വികസനത്തിന് സംഭാവന നൽകേണ്ട നിയമബദ്ധമായ ഉത്തരവാദിത്തമാണ് CSR. ഇനി CSR ബാധകമാകുന്ന കമ്പനികൾ നോക്കാം. ഓക്കെ, ഇവിടെ 3 കണ്ടീഷൻസ് പറയേണ്ടത്. ഏതെങ്കിലും ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ അവിടെ CSR ബാധകമാണ്. ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ്? നെറ്റ് വർത്ത് ₹500 crore ഓർ മോർ, അല്ലെങ്കിൽ ടേൺ ഓവർ ₹1000 crore ഓർ മോർ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ₹5 crore ഓർ മോർ. ഇവ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ആ കമ്പനി CSR ചെയ്തിരിക്കണം. അതുപോലെ തന്നെ CSRന് വേണ്ടി ചിലവഴിക്കേണ്ട പൈസ 50 ലക്ഷം അതിൽ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ മിനിമം എക്സ്പെൻഡിച്ചർ വേണ്ടത് ഇതാണ്. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ ആവറേജ് കാണുക, അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിൻ്റെ 2% മിനിമം അത്ര എമൗണ്ടെങ്കിലും CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ കമ്പനി ചിലവഴിക്കണം. ഓക്കെ, CSR ബാധകമാകുന്ന കമ്പനികൾ ആദ്യം തന്നെ CSR കമ്മിറ്റി രൂപീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? CSR പോളിസി തയ്യാറാക്കാനും CSRൻ്റെ ചിലവ് ശുപാർശ ചെയ്യാനും CSR പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് CSR കമ്മിറ്റീനെ നമ്മൾ രൂപീകരിക്കുന്നത്. CSR ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ. അതായത് ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി, ഹങ്കർ, മൾന്യൂട്രീഷൻ, പ്രൊമോട്ടിംഗ് ഹെൽത്ത് കെയർ, സാനിറ്റേഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്സ്, വൊക്കേഷൻ സ്കിൽസ്, ഇംപ്രൂവിംഗ് ജെൻഡർ ഇക്വാലിറ്റി, സെറ്റിംഗ് അപ്പ് ഓഫ് ഹോംസ്, ഡേ കെയർ സെൻറ്റേഴ്സ്, ഹോസ്റ്റൽസ്, ഓൾഡ് ഏജ് ഹോംസ്, women empowerment, senior citizen, disabled ones, orphans, economically backward groups, safeguarding environmental, ecological balance, animal forests, conservation of natural resource, soil, air, water, protection of natural heritage, art, culture, historical site and building, setting up of schools, public libraries, road, handicraft, social welfare activities, promoting sports, R&D, science, technology, medicine, engineering, contribution to Prime Minister's fund, public funded IT lab, rural development projects, slum area development, disaster management, rehabilitation, reconstruction activities. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് എന്ത് CSR ആക്ടിവിറ്റീസ്. CSR ബാധകമാകുന്ന കമ്പനികൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഇത്ര % വെച്ചിട്ട് ഈ പറഞ്ഞ CSR ആക്ടിവിറ്റീസിൽ ചിലവഴിക്കണം. ഓക്കെ, ചില ആക്ടിവിറ്റീസ് നമുക്ക് CSR ആയിട്ട് തോന്നുമെങ്കിലും നമ്മളത് ആക്ടിവിറ്റി CSR ആയിട്ട് എടുക്കരുത്. ഏതൊക്കെയാണെന്ന് നോക്കാം. Activities undertaken outside India, activities which benefits only employees and their families, contribution to political party, activity in normal course of business, government order, compliance of rules and regulations, publicity and advertisement activities. അപ്പോൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നമ്മൾ CSR ആക്ടിവിറ്റീസ് ആയിട്ട് എടുക്കരുത്. ഇപ്പോൾ ഈ കമ്പനി ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ പൈസ ചിലവഴിച്ചാൽ പോലും അത് CSR ആക്ടിവിറ്റീസ് ആയിട്ട് എടുക്കില്ല. ചിലപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ ആ എക്സസ് എമൗണ്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഇപ്പോൾ ആ കമ്പനിക്ക് ചിലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ആ കമ്പനി ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ബാങ്കിൽ അൺസ്പെൻഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ആ അക്കൗണ്ടിലോട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് 3 വർഷത്തിനുള്ളിൽ അത് CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ പൈസ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ 7ൽ ചില സ്പെസിഫൈഡ് ഫണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ആ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താലും മതി. ഞാൻ അടുത്ത CSRൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡിങ് ത്രസ്റ്റ് ഏരിയ. ആദ്യം കമ്പനി ഒരു ഏരിയ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്സ്. ആ ഏരിയയിൽ എന്താണ് കമ്പനി ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ കെട്ടാനായിരിക്കാം, ചിലപ്പോൾ സ്കൂൾ ബിൽഡിംഗ് ചിലപ്പോൾ പണിയാനായിരിക്കാം, അല്ലെങ്കിൽ റോഡ് നന്നാക്കാനായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് പ്രൊജക്റ്റാണോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ CSR പ്രൊജക്റ്റിനെ നമ്മൾ ഇവാലുവേഷൻ ചെയ്യണം എല്ലാ രീതിയിലും. അതായത് കോസ്റ്റ് എത്രയാവും, ഫീസിബിലിറ്റി ടെസ്റ്റ് ചെയ്യുക, ടെക്നിക്കൽ ഫിനാൻഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഇവാലുവേഷൻ ചെയ്യാം. CSR പ്രൊജക്റ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് നോക്കാം. 2 ഫേസ് ഉണ്ട്. എക്സ്പെൻഡിച്ചറിന് മുമ്പ് നമ്മൾ CSR പ്രൊജക്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിന് ശേഷം CSR പ്രൊജക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം.
അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിന് മുമ്പ് CSR പ്രൊജക്റ്റ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, നേച്ചർ, കോസ്റ്റ്, പിന്നെ കൊളാബറേറ്റീവ്, ബെനിഫിഷ്യറീസ്, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഇംപ്ലിമെൻറ്റേഷൻ ടൈം, മോണിറ്ററിംഗ് മെക്കാനിസം, അങ്ങനെ. ഞാൻ അടുത്തത് എക്സ്പെൻഡിച്ചറിന് ശേഷം എങ്ങനെയാണ് CSR പ്രൊജക്ട്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ 2-3 ഓഫീസർ ഈ പറയുന്ന CSR ആ ഡോക്യുമെൻറ്റ് ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യണത് കമ്പനിയുടെ തന്നെ ഇവാലുവേഷൻ ടീമുണ്ട്. അവരാണത് നോക്കുന്നത്, ചെക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അവരൊരു ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് അത് CSR കമ്മിറ്റിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. CSR കമ്മിറ്റി ഈ പറഞ്ഞ ഇവാലുവേഷൻ റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കും. അവർ ഓക്കെ ആണെങ്കിൽ അവർ അപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ കമ്പനി വേറൊരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് വഴിയാണ് ഈ CSR പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അവരായിട്ട് MOU എൻ്റർ ചെയ്യാൻ പറയും. MOU എൻ്റർ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. CSR പ്രൊജക്റ്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ള ആ വർക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യും. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഏജൻസി ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം കമ്പനി ആ സൈറ്റിലൊക്കെ പോയി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. അങ്ങനെ ഫൈനലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR പ്രൊജക്ട്സ്. ഈ CSR പ്രൊജക്റ്റൊക്കെ ഒരു കമ്പനിക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സഹായം വെച്ചിട്ട് ചെയ്യാം. ഞാൻ അടുത്തത് കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. കൊളാബറേറ്റീവ് പ്രൊജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ CSR ആക്ടിവിറ്റീസ് കമ്പനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഈ പറയണ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി വേറൊരു കമ്പനിയും കൂടെ കൂട്ടുപിടിച്ചിട്ട് CSR പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാം. സെക്കൻഡ് വൺ ഗവൺമെൻറ്റിനെ കൂട്ടുപിടിച്ചിട്ടും ഇതുപോലെ ആ കമ്പനിക്ക് CSR പ്രൊജക്റ്റൊക്കെ ഏറ്റെടുത്ത് ചെയ്യാം. പിന്നെ തേർഡ് വൺ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്. ചിലപ്പോഴൊക്കെ കമ്പനി ഈ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് വഴി ഈ CSR പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അടുത്ത സ്പെഷ്യലൈസ്ഡ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്. ഈ പറയുന്നതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസാണ്. പഞ്ചായത്ത്, വോളണ്ടറി ഏജൻസീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അക്കാഡമിക് ഓർഗനൈസേഷൻസ്, ട്രസ്റ്റ്, മിഷൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, പിന്നെ മണ്ഡൽ സമിതീസ്. ഈ പറഞ്ഞിരിക്കുന്ന ഏജൻസിക്ക് ഈ കമ്പനി ഈ പറഞ്ഞ CSR പ്രൊജക്റ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോണിറ്ററിങ്. പിന്നെ CSR പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുക, എന്നിട്ട് പ്രോഗ്രസ് അന്വേഷിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡിലേ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ റെമഡിയൽ ആക്ഷൻ എടുക്കുക. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മോണിറ്ററിങ്ങിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ CSR പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്തപ്പോൾ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്തു, പോസിറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തത് അതോ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തത്, അത് എന്തോരം മാറ്റങ്ങൾ സൊസൈറ്റിക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി ചെയ്യണം. അപ്പോൾ ആ ഇമ്പാക്റ്റ് അനാലിസിസ് സ്റ്റഡി ഇവിടെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ CSR സ്റ്റെപ്സ്. ഞാൻ പറഞ്ഞല്ലോ, CSR പ്രൊജക്റ്റ് ഒരു കമ്പനിക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ സഹായം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ, ബെറ്റർ സൂപ്പർവിഷൻ, ക്വിക്ക് ഡിസിഷൻ, ലെസ് കോർഡിനേഷൻ, ലെസ് കോസ്റ്റ്. ഡിസഡ്വാൻറ്റേജസ് മാൻ പവർ, ലാക്ക് ഓഫ് നോളജ്, ബയാസ്ഡ്, നോട്ട് ഡിഫൈനിങ് കറക്റ്റീവ് ആക്ഷൻ, ലാക്ക് ഓഫ് മോണിറ്ററിങ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ഈ കമ്പനി തേർഡ് പാർട്ടി വഴിയാണ് CSR പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് എക്സ്പെർട്ടൈസ്, ബെറ്റർ സൂപ്പർവിഷൻ, അൺബയാസ്, സിംഗിൾ പോയിൻറ്റ് കോർഡിനേഷൻ, നെഗോഷിയേറ്റ് കോസ്റ്റ്. ഡിസഡ്വാൻറ്റേജസ് മോർ സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് ഡൊമൈൻ നോളജ്, ബയാസ്, നോ പ്രോപ്പർ അക്കൗണ്ടിങ്, നെഗറ്റീവ് പോയിൻറ്റ്സ്, അൺഡോക്യുമെൻറ്റഡ്, ലാക്ക് ഓഫ് മോണിറ്ററിങ്. അടുത്തത് CSR പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് കുറേ പ്രോബ്ലംസ്, കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യും. ഓക്കെ, കമ്പനിയുടെ അകത്തുനിന്നും കമ്പനിയുടെ പുറത്തുനിന്നും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ പ്രോബ്ലംസ് ആണ് ഇത്. ഡിസൈഡിങ് പ്രിഫറൻസസ്, ഫിനാൻഷ്യൽ മിസ്മാച്ച്, ലാക്ക് ഓഫ് സീരിയസ്നെസ് ബൈ മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് റൈറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഇൻ എ ടീം. ഇത് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ഇനി എക്സ്റ്റേണൽ, കമ്പനിയുടെ പുറത്തുനിന്ന് വരുന്ന ഇഷ്യൂസാണ്. പൊളിറ്റിക്കൽ പ്രഷർ, സോഷ്യൽ പ്രഷർ, ഇൻഎഫിഷ്യൻ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്, ഫ്രോഡ്, ഡിവേർട്ടിംഗ് മണി, അങ്ങനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.